ഓം ശ്രീ മഹാദേവ്യൈ നമഃ. കളരി സ്പന്ദനം വിശേഷത്തിന് വിശേഷം പങ്ക്തി ഇപ്പോൾ പറയുന്നത് മകരച്ചൊവ്വയെക്കുറിച്ചാണ്. ഇന്നാണ് മകരച്ചൊവ്വ. ഇന്ന്, അതായത് 2026 ജനുവരി 20 1201 മകരമാസം 6 ചൊവ്വാഴ്ചയാണ് ഇക്കൊല്ലത്തെ മകരച്ചൊവ്വ വരുന്നത്. മകരച്ചൊവ്വ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, മകരത്തിലെ ചൊവ്വ ആണ് മകരച്ചൊവ്വ. മകരമാസത്തിലെ ചൊവ്വ എന്നർത്ഥം. മകരമാസത്തിലെ എല്ലാ ചൊവ്വാഴ്ചയ്ക്കും മകരച്ചൊവ്വ എന്ന് പറയില്ല. മകരമാസത്തിലെ ആദ്യത്തെ ചൊവ്വാഴ്ചയെ മാത്രമാണ് മകരച്ചൊവ്വ എന്ന് വിശേഷ പേരിട്ട് നമ്മൾ ആചരിക്കുന്നത്. അങ്ങനെ ഈ മകരമാസത്തിലെ ആദ്യത്തെ ചൊവ്വാഴ്ചയാണ് ഇന്ന് വരുന്ന ഇന്നത്തെ ചൊവ്വാഴ്ച. ഇത് ഭദ്രകാളി പ്രധാനമാണ്. കേരളത്തിലെ ധാരാളം ദേവീക്ഷേത്രങ്ങളിൽ, പ്രത്യേകിച്ചും ഭദ്രകാളി രൂപത്തിലുള്ള ദേവി ഭാവത്തിൽ ആരാധിക്കുന്ന ക്ഷേത്രങ്ങളിൽ, ദേവീക്ഷേത്രങ്ങളിൽ മകരച്ചൊവ്വ പൊങ്കാലയായും ഉത്സവമായും താലപ്പൊലിയായും നിറമാലയുമായും ഒക്കെ ആഘോഷിക്കുന്ന രീതികളുണ്ട്. പ്രത്യേകിച്ച് കളരികളിൽ ഈ മകരച്ചൊവ്വ ദിവസം വളരെയേറെ പ്രധാനമാണ്. ഇത് ഭദ്രകാളി പ്രധാനമാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് കളരികളിലെ ഘളുവികാൽ ദേവി ഭദ്രകാളി രൂപത്തിലുള്ള ദേവി ചൈതന്യമാണ്. അതുകൊണ്ട് ഉടനീളം കളരികളിൽ പ്രധാനപ്പെട്ട ദിവസമാണ് മകരച്ചൊവ്വ. എന്തുകൊണ്ട് മകരച്ചൊവ്വയ്ക്ക് ഈ ദേവീക്ഷേത്രങ്ങളിൽ ഇത്രയും പ്രാധാന്യം വന്നു എന്ന് നോക്കാം. മകരമാസത്തിലെ ആദ്യത്തെ ചൊവ്വ ആണ് മകരച്ചൊവ്വ എന്ന് പറഞ്ഞു. മകരമാസത്തിലെ ആദ്യത്തെ ചൊവ്വ. ഈ മകരമാസത്തിൻ്റെ പ്രത്യേകത, ഈ മകരമാസത്തിലാണ് ആചാരപരമായ ഉത്തരായണകാലം ആരംഭിക്കുന്നത്. മകരം മുതൽ 6 മാസമാണ്. മകരം 1 മുതൽ മിഥുനം 30 വരെയുള്ള 6 മാസമാണ് നമ്മൾ ആചാരപരമായി ഉത്തരായണം ആരംഭിക്കുന്നത്. ശാസ്ത്രീയമായി ഈ മകരമാസം 1 ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഡിസംബർ അവസാന ആഴ്ചയിൽ തന്നെ ഉത്തരായണം ആരംഭിക്കുന്നുണ്ട്. സൂര്യൻ്റെ വടക്കോട്ടുള്ള യാത്ര ആരംഭിക്കുന്നുണ്ട്. എങ്കിലും നമ്മൾ ഉത്തരായണ പുണ്യകാലമായിട്ടും കണക്കാക്കുന്നത് മകരസംക്രാന്തി ദിനത്തിലാണ്, മകരസംക്രമത്തോടെയാണ്. അങ്ങനെ മകരസംക്രമത്തോടെ ഉത്തരായണ പുണ്യകാലം ആരംഭിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഈ ഉത്തരായണം ദക്ഷിണായനം, അങ്ങനെ 2 അയനമാണ്. 2 അയനങ്ങളാണ് ഒരു വർഷത്തിലുള്ളത്. 6 മാസം ഇതാണ് ഒരു അയനം. അപ്പം മകരം മുതൽ മിഥുനം കഴിയുന്നവരെയുള്ള 6 മാസം ഉത്തരായണവും, കർക്കിടകം 1 മുതൽ ധനുമാസം അവസാനിക്കുന്നവരെയുള്ള 6 മാസം ദക്ഷിണായനവും. ഈ വർഷത്തിൽ 2 അയനം ഉള്ളതിൽ ഈ ഉത്തരായണം എന്ന് പറയുന്നത് ദേവന്മാരുടെ പകലാണെന്ന് ആണ് സങ്കല്പം. ദക്ഷിണായനം ദേവന്മാരുടെ രാത്രിയെന്നും സങ്കല്പിക്കുന്നു. അങ്ങനെ ദേവന്മാർക്ക് പ്രധാനപ്പെട്ട കാലമാണ് ഉത്തരായനകാലം. പിതൃക്കൾക്ക് പ്രധാനപ്പെട്ട കാലമാണ് ദക്ഷിണായനകാലം. അതുകൊണ്ടാണ് കർക്കിടകവാവും തുലാവാവും ഒക്കെ ആ ദക്ഷിണായന മാസത്തിൽ, ദക്ഷിണായന കാലത്ത് വരുന്ന കറുത്തവാവുകൾ പിതൃപ്രീതിക്കുള്ള കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ക്ഷേത്രങ്ങളിൽ ദേവപ്രതിഷ്ഠ മുതലായ കാര്യങ്ങളും ദേവപ്രീതികരമായ കൂടുതൽ കാര്യങ്ങളും നടക്കുന്ന ഉത്തരായണ കാലത്താണ്. ഉത്തരായണമാണ് ദേവന്മാരുടെ പകൽ എന്നർത്ഥം. അങ്ങനെ മകരമാസത്തിന് ദേവന്മാർ ഉണർന്ന് തുടങ്ങുന്ന, ദേവന്മാരുടെ പകൽ തുടങ്ങുന്ന കാലം ആണ് മകരമാസം എന്ന് പറയാം. അപ്പം മകരമാസത്തിന് അതിൻ്റെ ആ പ്രാധാന്യം വന്നു, ദേവന്മാരുടെ പകൽ തുടങ്ങുന്ന കാലം. അതിൽ ചൊവ്വാഴ്ച എന്ന് പറഞ്ഞാൽ, ചൊവ്വാഴ്ചയ്ക്ക് പ്രത്യേകത, ഈ ചൊവ്വ ദേവീപ്രധാനമാണ് പ്രധാനമായിട്ടും. പ്രത്യേകിച്ചും ചൊവ്വാഴ്ച ഈ ഭദ്രകാളി മുതലായ ചൈതന്യങ്ങളെ വേറെ പ്രധാനപ്പെട്ട ദിവസമാണ് ചൊവ്വാഴ്ച. നമ്മൾ ജ്യോതിഷത്തിൽ തന്നെ ചൊവ്വ എന്ന ഗ്രഹത്തെ കൊണ്ടാണ് ഭദ്രകാളി ദേവി മുതലായ ദേവി ചൈതന്യങ്ങളൊക്കെ കൂടുതൽ ചിന്തിക്കുന്നത് നമുക്കറിയാം. അത് പ്രശ്നമാർഗം എന്നുള്ള ഗ്രന്ഥത്തിലെ ചൈതന്യങ്ങളെ ചിന്തിക്കുന്ന ഭാഗത്ത് പറയുന്നു, കുമാരോ ഭൈരവാതിർവ സ്വാശ്രിതക്ഷവശാൽ കുജ ചാമുണ്ഡി ഭദ്രകാള്യാദ്യ സചേദ്യുഗ്മസമാശ്രിത എന്ന്. ചൊവ്വ എന്ന ഗ്രഹം ഓരോ ഗ്രഹത്തെക്കുറിച്ചും, അർക്കശംഭുരുദാഹൃതോ എന്നൊക്കെ പറഞ്ഞ ഓരോ ഗ്രഹങ്ങളെക്കുറിച്ചും ഏതൊക്കെ ദേവന്മാർ ചിന്തിക്കുന്നതെന്ന് വളരെ വിശദമായിട്ട് പ്രശ്നമാർക്കും 15-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. സൂര്യനെ കൊണ്ട് ശിവൻ, അങ്ങനെയുള്ള രീതിയിൽ സൂര്യൻ, ചന്ദ്രൻ, ബുധൻ, ഓരോ ഗ്രഹങ്ങളെക്കുറിച്ചും പറയുന്നു. അതിൽ ചൊവ്വയെക്കുറിച്ച് പറയുന്ന ഭാഗത്താണ് കുമാരോ ഭൈരവാതിർവാസു ആശ്രിതക്ഷവശാൽ കുജ
ചൊവ്വ സ്വാശ്രിതക്ഷവശത്തിലാണെങ്കിൽ സ്വന്തം ആശ്രിതക്ഷരാശിയിൽ സ്വന്തം രാശിയിലാണ് നിൽക്കുന്നതെങ്കിൽ സ്വയം ആശ്രയിച്ച രാശി അനുസരിച്ച് കുമാരനോ ഭൈരവോ മുതലായ ഗ്രഹങ്ങളോ ആകാം. ചാമുണ്ഡി ഭദ്രകാള്യാദ്യാഹ സചേത് യുഗ്മസമാശ്രിത. യുഗ്മസമാശ്രിതത്തിലാണെങ്കിൽ ഈ ചൊവ്വ യുഗ്മരാശിയിലാണ് നിൽക്കുന്നതെങ്കിൽ ചാമുണ്ഡി ഭദ്രകാളി മുതലായ ദേവിമാരെ ചിന്തിക്കണം എന്ന് ചൊവ്വയെക്കുറിച്ച് പറയണം. അതായത് ചൊവ്വയെക്കൊണ്ടാണ് ഭദ്രകാളി മുതലായ ദേവി ചാമുണ്ഡി ഭദ്രകാള്യാദ്യാഹ സചേത് യുഗ്മസമാശ്രിത എന്ന്. യുഗ്മസമാശ്രിത കുജ, യുഗ്മരാശികളിൽ നിൽക്കുന്ന ചൊവ്വയെക്കൊണ്ടാണ് ചാമുണ്ഡി ഭദ്രകാളി മുതലായ ദേവതകളെ ചിന്തിക്കേണ്ടത് എന്ന് പറയുന്നു. അതിൽ തന്നെ ഈ ബാധകഗതനാഥ ഗ്രഹതോജ്ഞയോ ഹി ദേവതാൽ ഭേദ എന്ന് പറയുന്നത് ബാധകമായിട്ട് ബന്ധപ്പെട്ട ദേവതാഭേദങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നിടത്തും ഈ ചൊവ്വയുടെ ഈ സ്വഭാവത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഭൗമേന ഭൈരവോ ഖണ്ഡാകർണ ഇത്യാദയ സ്മൃതാ വാച്യ രക്തേശ്വരി രക്തചാമുണ്ഡി അതിഭയങ്കരി കാളി ചേത്യാദയ സ്തോജയുഗ്മരാശ്യംശഭേദത എന്ന്. ഭൗമൻ ചൊവ്വയെക്കൊണ്ട് ഭൈരവോ ഖണ്ഡാകർണ ഇത്യാദയ സ്മൃതാ, അതിൽ തന്നെ വാച്യ രക്തേശ്വരി രക്തചാമുണ്ഡി അതിഭയങ്കരി കാളി ചേത്യാദയ സ്തോജയുഗ്മരാശ്യംശഭേദത എന്ന് ചൊവ്വയെക്കുറിച്ച് പറയുകയാണ്. ചൊവ്വ നിൽക്കുന്ന രാശിയുടെ, അതാണ് ആദ്യം തന്നെ സ്വാശ്രിതക്ഷവശാൽ കുജ എന്ന് പറഞ്ഞു. ചൊവ്വ ഏത് രാശിയിലാണോ നിൽക്കുന്നത് അതിനടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ചിന്തിക്കേണ്ടത്. അതിൽ തന്നെ യുഗ്മരാശിയിലാണെങ്കിൽ ഈ ഭദ്രകാളി മുതലായ ദേവതകളെ ചിന്തിക്കണം എന്ന് പറഞ്ഞു. ഇവിടെയും വച്യ രക്തേശ്വരി രക്തചാമുണ്ഡി അതിഭയങ്കരി കാളി ചേത്യാദയ, രക്തേശ്വരി രക്തചാമുണ്ഡി അതിഭയങ്കരിയായ കാളി മുതലായ ദേവതമാരെയൊക്കെ ചിന്തിക്കേണ്ടത് ചൊവ്വയെക്കൊണ്ടാണെന്ന് ദേവതാഭേദങ്ങളെക്കുറിച്ച് പറയുന്നിടത്തും പ്രസമാർഗം എന്ന ജ്യോതിഷ ഗ്രന്ഥത്തിൽ 15-ാം അധ്യായത്തിൽ ഇവിടെ വ്യക്തമായിട്ട് പറയുന്നു. അങ്ങനെ ചൊവ്വ എന്ന് പറയുന്ന ചൊവ്വയെക്കൊണ്ട് ഭദ്രകാളി ചിന്തിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ ചൊവ്വാഴ്ചയിലും ഭദ്രകാളി ആരാധനയ്ക്ക് വളരെയേറെ പ്രാധാന്യമുണ്ടെന്ന് വരുന്നു. അങ്ങനെ ചൊവ്വാഴ്ചകളിൽ ഭദ്രകാളി ആരാധനയ്ക്ക് പ്രാധാന്യമുണ്ട്. എല്ലാ ചൊവ്വാഴ്ചകളിലും ഭദ്രകാളി ആരാധനയ്ക്ക് പ്രാധാന്യമുണ്ട്. അതിൽ തന്നെ മകരമാസത്തിലെ ആദ്യത്തെ ചൊവ്വാഴ്ച എന്ന് പറയുമ്പോൾ പ്രത്യേകത, മകരമാസം ഉത്തരായണം തുടങ്ങുന്ന കാലമാണ്. ആ ഉത്തരായണത്തിലെ ആദ്യത്തെ ചൊവ്വാഴ്ച, ദേവന്മാരുടെ പകൽ എന്ന് സങ്കല്പിക്കപ്പെടുന്ന ഉത്തരായണത്തിലെ ആദ്യം വരുന്ന ഭദ്രകാളി പ്രധാനമായ ദിവസം എന്നതാണ് മകരമാസത്തിലെ ആദ്യത്തെ ചൊവ്വാഴ്ചയ്ക്കുള്ള പ്രത്യേകത, മകരച്ചൊവ്വയ്ക്കുള്ള പ്രത്യേകത എന്നർത്ഥം. അതുകൊണ്ട് തന്നെ ഈ മകരമാസത്തിലെ ആദ്യത്തെ ചൊവ്വാഴ്ച ഭദ്രകാളിയെ ആരാധിക്കുന്നത് വളരെയേറെ വിശിഷ്ടമായിട്ട് മാറുന്നു. ദേവതാമാരുടെ പകൽ ദിവസം, ദേവതമാരുടെ പകൽ നേരത്തെ ആദ്യം വരുന്ന ചൊവ്വാഴ്ച ഭദ്രകാളി പ്രധാനമായ ദിവസം എന്നാണ് മകരച്ചൊവ്വയുടെ പ്രധാന വൈശിഷ്ട്യം എന്നർത്ഥം. അതുകൊണ്ട് ഈ ദിവസം ഭദ്രകാളി ആരാധന, ദേവീ ആരാധനയൊക്കെ നടത്തിയാൽ ഏറെ ദേവിയുടെ അനുഗ്രഹത്തിലൂടെ, പ്രത്യേകിച്ചും ഭദ്രകാളി രൂപത്തിലുള്ള ദേവിയുടെ അനുഗ്രഹത്തിലൂടെ ഐശ്വര്യവും അഭിവൃദ്ധിയും ശ്രേയസ്സും ഒക്കെ ഉണ്ടാകും എന്നാണ് വിശ്വാസം. നമ്മൾ പുരാണങ്ങളിൽ വിശദമായിട്ട് ഭദ്രകാളി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മാർക്കണ്ഡേയ പുരാണത്തിലെ ഭദ്രകാളി മാഹാത്മ്യം എന്നൊരു ഭാഗം തന്നെയുണ്ട് മാർക്കണ്ഡേയ പുരാണത്തിൽ. ശിവപുരാണത്തിലും വായുപുരാണത്തിലെല്ലാം ഭദ്രകാളി കഥകൾ പറയുന്നുണ്ട്. മാർക്കണ്ഡേയ പുരാണത്തിൽ ശിവൻ്റെ തൃക്കണ്ണിൽ നിന്ന് പിറന്നതാണ് ഭദ്രകാളി എന്ന് പറയുന്നുണ്ട്. എങ്കിൽ ശിവപുരാണത്തിലും വായുപുരാണത്തിലൊക്കെ ദക്ഷയജ്ഞവേദിയിൽ സതീദേവി ആത്മാഹുതി ചെയ്തപ്പോൾ ശിവൻ ജട നിലത്തടിച്ച് അതിൽ നിന്നുണ്ടായതാണ് ഭദ്രകാളി, അതിൽ നിന്ന് ഭദ്രകാളി ഉണ്ടായി എന്ന് ശിവപുരാണത്തിലും വായുപുരാണത്തിലൊക്കെ പറയുന്നുണ്ട്. ഏതായാലും ശിവചൈതന്യമാണ് ഭദ്രകാളി എന്ന് പറയുന്നത്. ശിവനിൽ നിന്നുണ്ടായതാണ്, ശിവചൈതന്യമാണ് ഭദ്രകാളി എന്ന് പുരാണങ്ങളിൽ, മാർക്കണ്ഡേയ പുരാണത്തിലായാലും ശിവപുരാണത്തിലായാലും വായുപുരാണത്തിലായാലും എല്ലാം വളരെ വ്യക്തമായിട്ട് പറയുന്നു. അങ്ങനെ ഈ ഭദ്രകാളിയെക്കുറിച്ച് ആരാധിക്കാൻ ധാരാളം നമുക്ക് ശ്ലോകങ്ങളും മന്ത്രങ്ങളും എല്ലാം ഉണ്ട്. ദേവി മഹാത്മ്യത്തിൽ ദേവിയെ കുറിച്ച് സ്തുതിക്കുന്ന ഭാഗത്ത് ജയന്തി മംഗളാ കാളി ഭദ്രകാളി കപാലിനി ദുർഗാ ശിവാ ക്ഷമാധാത്രി സ്വാഹാ സ്വധാ നമോസ്തുതേ എന്ന് ദേവി മഹാത്മ്യത്തിൽ പറയുന്നു. ജയന്തി മംഗളാ കാളി ഭദ്രകാളി കപാലിനി എന്ന് അങ്ങനെയുള്ള ദേവിയെ നമസ്കരിക്കുന്നു എന്ന് പറയുന്ന ദേവി മഹാത്മ്യത്തിലും പ്രാർത്ഥന. പിന്നെ കാളി എന്ന് പറയുന്നത് കേരളത്തിൻ്റെ കുലദേവത കൂടിയാണ്. ഭദ്രകാളിയാണ് കേരളത്തിൻ്റെ കുലദേവത അല്ലെങ്കിൽ പരദേവത എന്നും പറയാം. കാരണം ഏതാണ്ട് എല്ലാ
കുടുംബങ്ങളിലെ മിക്ക കുടുംബങ്ങളുടെയും പരദേവതയായിട്ട് നമ്മൾ ദേവിയെ ആരാധിക്കുന്ന രീതിയാണ് വളരെ പുരാതനമായിട്ട് ഉണ്ട്. കാളികാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ ആണ് ഭദ്രകാളി ദേവിയെ സ്തുതിക്കുന്ന മന്ത്രം. കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ, എൻ്റെ കുലത്തെയും എൻ്റെ കുലധർമ്മത്തെയും എന്നെയും രക്ഷിച്ചാലും. അങ്ങനെ ഭദ്രകാളി നമോസ്തുതേ എന്നാണ് അതിൽ പറയുന്നത്. ആ ദേവിയാണ് ഓരോ കുലത്തിൻ്റെയും പരദേവത എന്നർത്ഥം. വളരെ പ്രാചീനമായിട്ടുള്ള ഒരു ആരാധന രീതിയാണ് ദേവിയെ ആരാധിക്കുക എന്നത്. ഭദ്രകാളിപ്പത്ത് എന്നൊരു കണ്ഠേ കാളി മഹാകാളി കാളനീരദവർണിനി കാളകണ്ഠാത്മജാതേ ശ്രീ ഭദ്രകാളി നമസ്തുതേ എന്ന് ഭദ്രകാളി നമസ്തുതേ എന്ന് പറയുന്ന 10 ശ്ലോകങ്ങൾ ഭദ്രകാളിപ്പത്ത് എന്ന് വളരെ വിശിഷ്ടമാണ്. അതെല്ലാം ഈ ദിവസങ്ങളിൽ ഈ ദിവസം ചൊവ്വാഴ്ചകളിൽ പ്രത്യേകിച്ചും അത് മകരച്ചൊവ്വ ദിവസം, മകരമാസത്തിലെ ആദ്യത്തെ ചൊവ്വാഴ്ച വരുന്ന മകരച്ചൊവ്വ ദിവസം പ്രത്യേകിച്ചും ഈ ഭദ്രകാളി സ്തോത്രങ്ങൾ ചൊല്ലി ദേവിയെ ആരാധിക്കുന്നത് ഏറെ വിശിഷ്ടമാണ്. അതുപോലെ ഘളൂരിക ദേവി ഭദ്രകാളി ഭാവത്തിലാണ് നമ്മൾ കളരികളിൽ ആചരിക്കുന്നത്. ഘളൂരിക അഷ്ടകം പോലെയുള്ള സ്തോത്രങ്ങളുണ്ട്, സ്തുതികളുണ്ട് നമുക്ക് ദേവിയെ ആരാധിക്കാനായിട്ട്. അങ്ങനെ ഈ മകരച്ചൊവ്വ ദിവസം നമുക്ക് ദേവിയെ ഭദ്രകാളി രൂപത്തിൽ ഇങ്ങനെ ധ്യാനിക്കാം. കാളീം മേഘസമപ്രഭാം ത്രിനയനാം വേതാളകണ്ഠസ്ഥിതാം ഖഡ്ഗം ഖേടകപാലദാരികശിരകൃത്വാ കരാഗ്രേഷു ച ഭൂതപ്രേതപിശാചമാതൃസഹിതാം മുണ്ടസ്രജാലങ്കൃതാം വന്ദേ ദുഷ്ടവസൂരികാദിവിപദാം സംഹാരിണീം ഈശ്വരീം. വന്ദേ ദുഷ്ടവസൂരികാദിവിപദാം സംഹാരിണീം ഈശ്വരീം വന്ദേ എന്ന രീതിയിൽ നമുക്ക് ഭദ്രകാളിയെ ഈ ദിവസം ആരാധിക്കാം, പ്രാർത്ഥിക്കാം. നമസ്കാരം.